ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീട്ടിലത്തേക്ക് വാങ്ങിച്ചൊരു ഇലക്ട്രിക് ക്ലീനിങ് സംഭവം കേട്ടോ കാണിക്കണം. ഇത് അഗാരോഡ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബറാണ്, മോഡൽ റോയൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ ആയി വാങ്ങിക്കണമെന്ന് വിചാരിച്ചേക്കണം. നമ്മളിങ്ങനെ മിറർ, ടൈല്, വുഡിൻ്റെത് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കാറിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ അൺബോക്സിങ് നോക്കാം, അതിനുശേഷം ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ കൂടി പറയാം കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ 8 ബ്രഷസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 സ്പീഡാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതിൻ്റെ ആദ്യത്തെ മെയിനായിട്ടുള്ള മോട്ടറാണ് ഈ കാണുന്നത്, ചാർജ് ചെയ്യാനുള്ള സ്ഥലമുണ്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ കുറേ സംഭവങ്ങൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓൺ ഓഫൊക്കെ ഒരു ബട്ടണാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു സ്റ്റിക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതാട്ടോ അതിൻ്റെ സ്റ്റിക്ക് വരുന്നത്. സ്റ്റീലിൻ്റെ ആണ് കേട്ടോ വരുന്നത്. 2 എണ്ണം വരുന്നുണ്ട്. നമുക്കതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. നമുക്ക് ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 2 അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് തൂക്കിടാനുള്ള ഒരു എന്താ പറയുക സാധനം, മതിലൊക്കെ നമ്മൾ തൂക്കിടില്ലേ, മൗണ്ടോ അങ്ങനെ എന്തോ സാധനം ഇല്ല, അതും കിട്ടുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട്. പിന്നെ ഇതാണ് അതിൻ്റെ വെൽക്രോ ഹെഡ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഈ സാധനമൊക്കെ ഒട്ടിച്ചിട്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഇത് ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്കിൻ്റെ ഒരു സാധനം കേട്ടോ. മറ്റേ എന്താ പറയുക, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ചാണ് കേട്ടോ, നല്ല സോഫ്റ്റ് സ്പോഞ്ചാണ്. ഇത് നമുക്ക് കിച്ചണിലൊക്കെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു വുളൻ ക്ലോത്തിൻ്റെയാണ് കേട്ടോ. നമുക്ക് നനഞ്ഞ ഈ മിറേഴ്സൊക്കെ തുടക്കുക, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും വാട്ടർ. ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ആ ഒരു വെൽക്രോ ഹെഡിൽ ഇതേപോലെ ജസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറ്റാച്ച് ആവും. അതേപോലെ ഇതിന് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊരിയെടുക്കാനും പറ്റും കേട്ടോ. ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ വെച്ച് കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ 4 ഈ ഒരു ബ്രഷും വന്നത് ഈ ഒരു രീതിയിലാണ്. വെൽക്രോയിൽ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് ബ്രിസിൽ ബ്രഷസാണ്. ഇതിൽ 3 ബ്രിസിൽ ബ്രഷ് ഉണ്ട്, ലാർജ്, സ്മോള്, അതേപോലെ തന്നെ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രിസിൽ ബ്രഷ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രിസിൽ ബ്രഷാണ്. കാരണം കോർണേഴ്സൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ് ഇത് ഉപയോഗിച്ചിട്ട്. പിന്നെ ഇതിൽ റീചാർജ് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂറിന് എടുത്തത് 90 മിനിറ്റ്സ് വരെ നമുക്കിത് യൂസ് ചെയ്യാം ഇത് ചാർജ് ചെയ്താൽ. പിന്നെ 1 ഇയർ വാറൻറ്റി കാർഡ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം വരുന്നത് അതിൻ്റെ മാനുവൽ ആ ഒരു ഡെമോ കാർഡൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയാണ്, എൻ്റെ പേരെന്താണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ അറ്റാച്ച് ചെയ്യാം, എങ്ങനെ എന്താ പറയുക ഇത് ഊരിയെടുക്കാം, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ അത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു മോട്ടർ വരുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റിക്ക് ഞാൻ 2ഉം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. ഒരെണ്ണം യൂസ് ചെയ്യാം, 2 എണ്ണം യൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിപ്പോൾ ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അറ്റാച്ച് ചെയ്തിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് കണക്ട് ചെയ്തിട്ട് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് അറ്റാച്ച് ആയി ഓൾറെഡി. ഇനി എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ആ ഒരു വെൽക്രോ ഹെഡില്ലേ, അത് ഇതിൽ അറ്റാച്ച് ചെയ്യണതാണ്. ഇത് തൂക്കിടാനുള്ള ഒരു ഊട്ടയൊക്കെ ഉണ്ട്, നല്ല സംഭവമാണ് എന്തായാലും. അപ്പോൾ വെൽക്രോ ഹെഡ് ഇതേപോലെ ജസ്റ്റ് അതിലോട്ട് കറക്റ്റായിട്ട് വെക്കുക, തിരിക്കുക, ടൈറ്റ് ചെയ്യുക. ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് ഇരിക്കും, നമുക്ക് ഊരിയൊന്നും പോരില്ല. അതിനുശേഷം നമുക്ക് ഏതാണോ സ്പോഞ്ച്, ഏതാണോ ഒരു ബ്രഷ് വേണ്ടത് അത് അതിലോട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ആ ഒരു സ്പോഞ്ച് പോലത്തെ ബ്രഷാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇത് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഊരാനും ഇടാനും പറ്റും. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഊരി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഓൺ ആക്കാം. ഇത് സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന്മേൽ തന്നെ പിടിച്ച് നിൽക്കിയിട്ടുണ്ടെങ്കിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ലോ ആയിട്ടുള്ള, അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സ്പീഡായിട്ടാണ് എടുത്തേക്കുന്നത്. അത് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ അതിൽ തന്നെ നമുക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ആകും. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ചാർജർ തൊട്ട് താഴത്തെ തന്നെ വരുന്ന സംഭവമാണ് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കേട്ടോ. പിന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അലമാരയുടെ മിറർ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ച സംഭവമാണ്. പക്ഷെ എനിക്ക് മടിയാണ്. കാരണം ആദ്യം വെള്ളമിട്ട് കഴുകണം, പിന്നെ ഒരു ഇതിട്ട് തുടക്കണം, അങ്ങനെ. എന്നാലും ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്തിൽ എന്തെങ്കിലും ചെറിയൊരു പൊടി ഉണ്ടെങ്കിൽ അത് ഈ മിററിൽ പിടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ മിറർ ക്ലീൻ ചെയ്യാൻ. പിന്നെ പൊക്കമുണ്ട്, കസേരയൊക്കെ ഇട്ട് പൊക്കത്ത് കയറിയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. പക്ഷേ ഈ ഒരു സാധനത്തിൽ പെട്ടെന്ന് കഴിഞ്ഞിട്ട് സംഭവം, കാരണം ഇതിൽ സ്റ്റിക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് പൊക്കത്തൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റി. ഞാൻ ജസ്റ്റ് സ്പ്രേ ചെയ്തു വാട്ടർ. അതിനുശേഷം ഒരു സ്പോഞ്ചിൻ്റെ ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പൊട്ടിൻ്റെയോ നമ്മൾ കണ്ണാടിയിൽ ഈ പൊട്ടൊക്കെ കൂടുതൽ സമയത്ത് തൊട്ട് വെക്കില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പശക്കറയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ടാണ്. പ്രത്യേകിച്ച് സോപ്പ് സൊല്യൂഷൻ കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലോത്തിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് തുടക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ അതിലുണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർബായി നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് സുഖമില്ലായിരുന്നു, കഫക്കെട്ടും പനിയും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വോയിസൊക്കെ വീഡിയോയിൽ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, ശ്വാസം മുട്ടുന്ന പോലെ സംസാരിക്കാനേ പറ്റുന്നില്ല.
അപ്പോൾ അതിൻ്റേതായിട്ടുണ്ട് ആ ഒരു ശ്വാസം എടുക്കുന്ന ശബ്ദം രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്പോൾ ഒന്നും തോന്നരുത്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് ക്ലീൻ ആക്കാം കേട്ടോ. പിന്നെ മിറർ നല്ല വെട്ടിത്തിളങ്ങിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്ര പെട്ടെന്ന് തന്നെ ഇത് ക്ലീനായി കിട്ടി. ഇത് നമുക്ക് വിൻഡോസ്, അതായത് ഇങ്ങനെ ഗ്ലാസ് വരുന്ന വിൻഡോസ്, പിന്നെ വുഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കാറിൻ്റെ വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ ഈ ഒരു സാധനം. പിന്നെ വുഡൻ ആയിട്ടുള്ള ഐറ്റംസ്, നമ്മുടെ ജനാല്, വാതിൽ, കതക്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇത് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാം. പൊടിയൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്തിട്ട് അല്ല ക്ലീൻ ആക്കി തരും കേട്ടോ. അപ്പോൾ നമ്മൾ വാടകയ്ക്ക് വീട്ടിലേക്ക് താമസിക്കണ കാരണം ഒരുപാട് ഫർണിച്ചറോ അല്ലെങ്കിൽ കുറേ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ അവിടുത്തെ അലമാരി, കിച്ചൺ കൊണ്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യണത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിപ്പോൾ നമുക്ക് സോഫ സെറ്റോ കുഷ്യൻസൊക്കെ ഉള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനത് ഈസിയാണ്. അപ്പോൾ ബാക്കി മറ്റേ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യണമെന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കിച്ചൺ സിങ്കൊക്കെ നല്ല വെട്ടിത്തിളങ്ങിയിട്ട് ഇത് വെച്ച് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലിട്ടാണ് ഇതൊന്ന് ബ്രഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെന്നുണ്ടെങ്കിൽ വലിയ ബ്രഷാണല്ലോ അത്യാവശ്യം. അപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ കോർണേഴ്സ് ക്ലീൻ ചെയ്യാൻ ഇത്തിരി ടഫാണ്. കോർണേഴ്സ് ക്ലീൻ ചെയ്യാനായിട്ട് പോയിൻറ്റഡ് ബ്രഷാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അത് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഏറ്റവും നല്ല കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുത്ത് വീണ്ടും നമുക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കാം കേട്ടോ. നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. പെട്ടെന്നൊന്നും അങ്ങനെ ചീത്തയായി പോകുന്ന ഒരു ബ്രഷസ് ഒന്നും അല്ല. നമുക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ബ്രഷസ് ആണ് എല്ലാം. കണ്ടില്ലേ? അടുത്ത ഇതെല്ലാം ലോങ് അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ളൊരു ബ്രിസിൽ ബ്രഷാണ് കേട്ടോ. നമുക്ക് നല്ല ബ്രിസിൽസൊക്കെ വരുന്ന ഒരു ബ്രഷാണ്. ഇത് അറ്റാച്ച് ചെയ്യാനും ഊരാനും വളരെ ഈസിയാണ്. കണ്ടില്ലേ? ശരിക്കും ഇത് കിച്ചൺസ് മാത്രമല്ല, ബാത്റൂം, ഞാൻ നേരത്തെ പറഞ്ഞ ബാത്ത് ടബ്, ഫ്ലോർ, അതായത് നമുക്ക് താഴെ തറയിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. പക്ഷെ ഞാനങ്ങനെ തറയിലൊന്നും യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ബാത്റൂമിൽ യൂസ് ചെയ്യില്ല. ഞാനപ്പോഴത്തു നമുക്കിതിലെ കാറിൻ്റെ ഉള്ളിൽ, കാറിൻ്റെ ഒരു വിൻഡോസ്, പിന്നെ മിറർ, അങ്ങനെയുള്ള അതായത് വുഡൻ്റെ എന്തെങ്കിലും സംഭവങ്ങൾ, അലമാരയൊക്കെ തന്നെ ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട്. നമുക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ സൂപ്പറാണ്. അത് ഇങ്ങനത്തെ ബ്രഷല്ലേ, അതായത് ബ്രിസിൽസ് ഉള്ള ബ്രഷൊക്കെ ആണെങ്കിൽ ബാത്റൂമിൻ്റെ എല്ലാ കോർണേഴ്സും നല്ല അടിപൊളിയായിട്ട് വൃത്തിയാകും. പക്ഷെ ഞാൻ ബാത്റൂം എന്തായാലും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇത് വെച്ച്. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ്. ഇത് ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോർണറൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കാം. സൈഡ് വശങ്ങളൊക്കെ, മുക്കും മൂലയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റൂട്ടാ. പിന്നെ ഇതിന് ക്ലീൻ ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഞാൻ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിളിച്ചിട്ടാണ് ഇതിങ്ങനെ കൂടുതലും ഇങ്ങനെ എല്ലാം ചെയ്യണത്. പിന്നെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ കഴുകി വെക്കാം. കണ്ടില്ലേ? ഏറ്റവും ലാസ്റ്റ് ആ സ്മോൾ ബ്രഷ് കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സ്ക്രബ്ബറിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലൊക്കെ കൊടുക്കാം. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. കാറും വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.